today we are going to meditate upon the word that is in Genesis 16:13. ഇന്ന് ഉൽപ്പത്തി 16:13 കാണുന്ന വേദവചനത്തെക്കുറിച്ച് നാം വിശദമായി ധ്യാനിക്കുവാൻ പോകുന്നു. Here Hagar says, ഇവിടെ ഹാഗാർ ഇപ്രകാരം പറയുന്നു. She calls the name of the Lord like this. അവൾ ഇപ്രകാരമാണ് ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത്. You are the God who sees. ദൈവമേ, അങ്ങ് എന്നെ കാണുന്ന ദൈവമാണ്. You are looking at me, Lord. ദൈവമേ, അങ്ങ് എന്നെ കാണുന്നു. And she also said, അവൾ ഇപ്രകാരവും പറയുന്നുണ്ട്. I have also seen you, Lord. ദൈവമേ, ഞാൻ അങ്ങയെയും കാണുന്നു. Yes, of course, we are having a God who looks into our hearts. അതെ, തീർച്ചയായും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. One of the most wonderful characteristics of God is ദൈവത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു സ്വഭാവ ഗുണം ഇതാണ്. seeing us intimately. ദൈവം നമ്മെ, അതായത് നമ്മുടെ അന്തരംഗത്തെ വളരെ വ്യക്തമായി കാണുന്നു. That's why we also say, you are the God who sees me. അതുകൊണ്ടാണ് നാമും ഇപ്രകാരം പറയുന്നത്, ദൈവമേ, അങ്ങ് എന്നെ കാണുന്ന ദൈവമാണ്. You may be wondering, is God watching me? ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുകയാവാം, ദൈവം എന്നെ കാണുന്നുണ്ടോ? Is God looking at me individually? ദൈവം വ്യക്തിപരമായി എന്നെ കാണുന്നുണ്ടോ? He knows every minute detail of everyone in this world. ഈ ലോകത്തിലെ ഓരോ വ്യക്തിയുടെയും സകല വിവരങ്ങളും ദൈവം വ്യക്തമായി അറിയുന്നു. That is why David said like this. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറഞ്ഞത്. What is man that you are thinking about him? ദൈവമേ, അങ്ങ് മനുഷ്യനെ കുറിച്ച് ഓർക്കുവാൻ അവൻ എന്തുള്ളൂ? Lord, I am so poor and needy, but yet you are thinking about ദൈവമേ, me. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും അങ്ങ് എന്നെ ഓർക്കുന്നു. Whenever we sit or rise up or lie down or go anywhere, He knows everything about us. നാം എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതും അങ്ങനെ സകലതും ദൈവം അറിയുന്നു. We cannot hide ourselves from the knowledge of ദൈവം God. അറിയാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല. ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ നമുക്ക് കഴിയില്ല. This very thought should refrain us from doing sin. ഒരേ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം ഒരിക്കലും പാപം ചെയ്യുകയില്ല. David again says, Lord, where can I go from your spirit? ദാവീദ് വീണ്ടും പറയുന്നു, ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഒളിച്ച് എനിക്ക് എങ്ങോട്ട് പോകാനാവും? I cannot hide myself from you, Lord. എനിക്കൊരിക്കലും അങ്ങിൽ നിന്ന് ഒളിഞ്ഞിരിക്കുവാൻ സാധിക്കില്ല. He knows everything, my dear friends. പ്രിയ സ്നേഹിതന്മാരെ, നമ്മെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവം അറിയുന്നു. When Hagar went into the desert, ഹാഗാർ മരുഭൂമിയിലേക്ക് പോയപ്പോൾ she was dragged by the situations in her life. ജീവിതത്തിലെ ചില സാഹചര്യങ്ങളാണ് ഹാഗാറിനെ ആ അവസ്ഥയിലേക്ക് വലിച്ചിഴച്ചത്. Hagar was a desperate woman. ഹാഗാർ ആശയറ്റ ഒരു സ്ത്രീയായിരുന്നു. She had to leave all her loved ones and go into a desert അവൾ തന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം വിട്ട് മരുഭൂമിയിലേക്ക് പോകേണ്ടി വന്നു. because of the ill treatment of Sarai. സാറ അവളോട് അപമര്യാദയായി പെരുമാറിയത് നിമിത്തം It is Sarah who made her to marry her husband. തന്റെ ഭർത്താവിനെ കൊണ്ട് ഹാഗാറിനെ വിവാഹം കഴിപ്പിച്ചത് സാറയായിരുന്നു. But then she herself ill-treated Hagar. എന്നാൽ അവൾ തന്നെ പിന്നീട് ഹാഗാറിനോട് അപമര്യാദയായി പെരുമാറി. When Hagar went into the desert, ഹാഗാർ ആ മരുഭൂമിയിലേക്ക് പോയപ്പോൾ she was pregnant. അവൾ ഗർഭിണിയായിരുന്നു. She was with a child in her womb. അവളുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. She was crying alone in the desert. അവൾ മരുഭൂമിയിൽ കിടന്ന് ഏകയായി നിലവിളിച്ചു. And there the Lord saw her. അവിടെ ദൈവം അവളെ കണ്ടു. The angel of the Lord saw her. ദൈവത്തിന്റെ ദൂതൻ അവളെ കണ്ടു. And he asked her, ദൈവദൂതൻ ചോദിച്ചു, where are you going? ഹാഗാറേ, നീ എവിടെ പോകുന്നു? Where have you come from? നീ എവിടെ നിന്നാണ് വന്നത്? And she cried out to the Lord. അവൾ ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. And the Lord again said through the angel of God, വീണ്ടും ദൈവദൂതൻ മുഖാന്തരം ദൈവം അവളോട് സംസാരിച്ചു. go back to Sarai നീ സാറായുടെ അരികിലേക്ക് and മടങ്ങിപ്പോകും. submit yourself under her hand. നീ അവൾക്ക് കീഴടങ്ങിയിരിക്കൂ. She was in such a situation that she was oppressed by her own family members. സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ ഹാഗാറിനെ പീഡിപ്പിച്ചു. അവൾ അത്തരമൊരു അവസ്ഥയിലായിരുന്നു. Abraham and Sarah walked with God. അബ്രഹാമും സാറായും ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു. They were worshiping the Lord every day. അവർ ദിനംതോറും ദൈവത്തെ ആരാധിച്ചിരുന്നു. And I know for sure the Lord would be talking to them every day. ദിനംപ്രതി ദൈവം അവരോട് സംസാരിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
But it was them who ill-treated Hagar. എന്നാൽ അവർ തന്നെയാണ് പിന്നീട് ഹാഗാറിനോട് കാഠിന്യത്തോടെ They പെരുമാറിയത്. were supposed to be righteous people. അവർ നീതിയുള്ളവരായി ജീവിക്കേണ്ടവരാണ്. But then if they could ill-treat a slave girl, where can she go? എന്നാൽ അവർ ഒരു അടിമ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെങ്കിൽ അവൾക്ക് എവിടേക്ക് പോകാനാവും? Maybe you are in the same situation. ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെയുള്ള അവസ്ഥയിലായിരിക്കാം. Ill-treated by your own family member. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ നിങ്ങളോട് കാഠിന്യമായി പെരുമാറുന്നുണ്ടായിരിക്കാം. Let us today cry out to the Lord ഇന്ന് നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. and say, Lord, remember me today. ദൈവമേ, ഇന്നെന്നെ ഓർക്കണമേ എന്ന് പറയാം. I am so poor and needy. ദൈവമേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. Think about me, Lord. പിതാവേ, എന്നെ ഓർക്കണമേ. Look unto me, Lord. ദൈവമേ, എന്നെ അങ്ങ് കാണണമേ. Dear friends, never be discouraged. പ്രിയ സ്നേഹിതന്മാരെ, ഒരിക്കലും God നിരാശപ്പെടരുത്. will regard the prayers of the destitute. ദൈവം അഗതികളുടെ പ്രാർത്ഥനയെ ആദരിക്കും, അവർക്ക് ഉത്തരം നൽകും. That's how Mary sang in Luke 1:48. അങ്ങനെയാണ് ലൂക്കോസ് 1:48 മറിയ ദൈവത്തെ സ്തുതിച്ച് പാടിയത്. God has regarded the low state of his maid servant. ദൈവം തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. For behold, henceforth all generations will call me blessed. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. All the generations will call me blessed. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. Maybe you are going through such a situation today. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ അതുപോലെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു But then പോകുകയായിരിക്കാം. when God blesses you, എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ people would be saying about you, you are a blessed woman. ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയും, നിങ്ങൾ ഭാഗ്യവതിയാണ്. You are a blessed man. നിങ്ങൾ ഒരു ഭാഗ്യവാനാണ്. Never be discouraged. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. My mother was in such a situation. എന്റെ അമ്മ അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു. She was the only person in her family who loved the Lord. എന്റെ അമ്മയുടെ കുടുംബത്തിൽ ദൈവത്തെ സ്നേഹിച്ച ഒരേ ഒരു വ്യക്തി എന്റെ അമ്മയായിരുന്നു. And she was crying out to the Lord for the salvation of her home for long years. സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി എന്റെ അമ്മ ദീർഘകാലം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. And just for the sake of loving Jesus, യേശുവിനെ സ്നേഹിച്ചത് നിമിത്തം she was ill-treated by her own family member. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ എന്റെ അമ്മയോട് കഠിനമായി പെരുമാറി. They would not give her food to eat. അവർ അമ്മയ്ക്ക് ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല. They would make her walk a long distance. അവർ എന്റെ അമ്മയെ ദീർഘദൂരം They നടത്തും. would make her work in her own home as a servant girl. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ ഒരു വേലക്കാരിയെ പോലെ എന്റെ അമ്മയെ കൊണ്ട് പണിയെടുപ്പിച്ചു. She would be starving for the sake of loving Jesus. യേശുവിനെ സ്നേഹിച്ചത് നിമിത്തം എന്റെ അമ്മ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. Even when she was pregnant, she would be starving without having any food. ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഭക്ഷണം ലഭിക്കാതെ എന്റെ അമ്മ പട്ടിണി കിടന്നിട്ടുണ്ട്. Only in such a situation she was crying out to the Lord, അത്തരമൊരു അവസ്ഥയിൽ പോലും എന്റെ അമ്മ ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു. saying, Lord, somehow save my family. ദൈവമേ, എന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, Save my relatives, Lord. ദൈവമേ, എന്റെ ബന്ധുക്കളെ അങ്ങ് രക്ഷിക്കണമേ. She cried alone. എന്റെ അമ്മ ഏകയായി കരഞ്ഞു. And she dedicated one of her children to serve the Lord also. കൂടാതെ ദൈവവേല ചെയ്യുന്നതിന് വേണ്ടി തന്റെ മക്കളിൽ ഒരാളെ ദൈവത്തിന് She സമർപ്പിക്കുകയും ചെയ്തു. willingly offered her child to serve the എന്റെ അമ്മ Lord. സ്വമനസാലെ ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി തന്റെ ഒരു കുഞ്ഞിനെ ദൈവത്തിന് And the സമർപ്പിച്ചു. Lord honored such a prayer. ദൈവം എന്റെ അമ്മയുടെ അതുപോലെയുള്ള പ്രാർത്ഥനയെ മാനിച്ചു. And I was one of her children. ഞാൻ എന്റെ അമ്മയുടെ മക്കളിൽ ഒരാളാണ്. I am the fifth child in my family. ഞാൻ എന്റെ കുടുംബത്തിലെ 5ാമത്തെ കുഞ്ഞാണ്. And the Lord chose me to serve the Lord. ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. It is because of her prayer I am standing before you. എന്റെ അമ്മയുടെ പ്രാർത്ഥന നിമിത്തമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത്. And the Lord saw my mother's misery. ദൈവം എന്റെ അമ്മയുടെ സകല ദുരിതങ്ങളും കണ്ടു. Today the Lord has blessed me and my family. ഇന്ന് ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. And today I have the joy of serving the Lord as a family. ഇന്ന് കുടുംബസമേതം ദൈവത്തെ സേവിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. And how I wish my mother is here in this world to
see my blessing. ഇന്ന് ഞാൻ അനുഗ്രഹീതയായിരിക്കുന്നത് കാണുവാൻ എൻ്റെ അമ്മ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. But then I know she is happy in heaven. എന്നാൽ സ്വർഗത്തിൽ എൻ്റെ അമ്മ സന്തോഷവതിയാണെന്ന് എനിക്കറിയാം. The Lord will honor you also in such a way. ഇതുപോലെ തന്നെ ദൈവം നിങ്ങളെയും മാനിക്കും. Because we have a God who sees us. കാരണം നമ്മെ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. And you also will see God. നിങ്ങളും ദൈവത്തെ കാണും. Today let us pour out our hearts before God. ഇന്ന് നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് Who പകരാം. looks into your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ദൈവസന്നിധി Today the salvation will come to your home also. ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്കും രക്ഷ കടന്നു വരും. Because we have a prayer answering God. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. We have a God who hears and sees the prayers. നമ്മെ കാണുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. Hallelujah. ഹല്ലേലൂയ.